viewers, welcome back to my channel. So ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയ കുറച്ച് ക്രോപ്പ് ടോപ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ബ്ലൗസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സാരിക്ക്. ഫസ്റ്റ് വൺ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ക്രോപ്പ് ടോപ്സ് ആണ്. അപ്പോൾ ഇത് സെയിം ടൈപ്പ് ടോപ്പ് തന്നെയാണ് വരുന്നത്, പക്ഷേ കളർ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് 1299 ആണ്, പക്ഷേ അതിൻ്റെ റിഡക്ഷൻ റേറ്റിലാണ് എനിക്ക് കിട്ടിയത്. ബട്ടൺ ഡൗൺ ക്രോപ്പ് ടോപ്പ് എന്നാണ് ഈ ഒരു ടോപ്പ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ നടുക്കൂടെ ഇങ്ങനെ ഒരു ബട്ടൺ പോകുന്നുണ്ട് ആൻഡ് സ്ലീവ്സിൻ്റെ അറ്റത്തും ആ ഒരു ബട്ടൺ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. ഷൈനി ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് മെറ്റീരിയലാണ്. കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് അല്ല, പക്ഷെ എന്നാലും കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. സ്ലീവ്സിൻ്റെ മേലെ ആണെങ്കിലും കുറച്ചൊരു പഫ് പോലെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ടോപ്പ് എല്ലാവർക്കും ചിലപ്പോൾ സാരീൻ്റെ കൂടെ മാച്ച് ആവണമെന്നില്ല. എനിക്കിതങ്ങനെ മാച്ചായിട്ട് തോന്നിയിട്ടില്ല. ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ട്, പിങ്ക് കളറ്. സെയിം റേറ്റ് തന്നെയാണ് ഈ ഒരു ടോപ്പിന് വരുന്നത്. ആകെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് പിങ്കാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ബട്ടണും അതേപോലെ സ്ലീവ്സിൻ്റെ സ്റ്റൈലും പിന്നെ നെക്കാണെങ്കിലും സ്ക്വയർ നെക്കാണ് വരുന്നത്. പിന്നെ ഈ ബട്ടൺ ഡൗൺ ആയിട്ടുള്ള ഡിസൈനും സ്ലീവ്സിൻ്റെ അറ്റത്തെ ബട്ടൺസൊക്കെ സെയിം തന്നെയാണ്. ആകെ ഒരു കളറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് സ്മോൾ സൈസ് ആയിരുന്നെങ്കിൽ കൂടി എനിക്ക് കുറച്ച് ലൂസായിരുന്നു ഈ ഒരു ടോപ്പ്. നെക്സ്റ്റ് വൺ നമുക്ക് സാരി ബ്ലൗസായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലൗസായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പം ഒരു ഇലാസ്റ്റിക് ടൈപ്പ്, ഒരു ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. ഞാനൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് ചൂസ് ചെയ്തത്, പക്ഷെ അത് കൂടാതെ ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും കളേഴ്സിൽ ഈ ഒരു സെയിം പ്രിൻറ്റിൽ ബ്ലൗസ് അവൈലബിൾ ആണെന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു ബ്ലൗസ് മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. നല്ല ഒതുങ്ങി ആ ഒരു ബ്ലൗസ് പോലെ തന്നെ നിൽക്കുന്ന ഒരു ടോപ്പാണ്. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. നെക്കാണേലും അത്യാവശ്യത്തിന് തന്നെ നമുക്ക് സാരി ഉടുക്കാൻ പാകത്തിന് നെക്കും അങ്ങനെ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് സ്ലീവ്സ് ആണ് വരുന്നത്. പ്രിൻ്റ് നോക്കുവാണെങ്കിലും ഒരു ഗോൾഡൻ ജുംക ടൈപ്പ് പ്രിൻ്റാണ് വരുന്നത്. പിന്നെ മെറ്റീരിയൽ കുറച്ചൊരു നൈസ് ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. അങ്ങനെ ഒരു തിക്കായിട്ടുള്ള മെറ്റീരിയൽ അല്ല. നമുക്ക് വെയർ ചെയ്യാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ് അതുകൊണ്ട്. പിന്നെ വലിയും ഒക്കെ ചെയ്യും, അപ്പോൾ ആ ഒരു ഷേപ്പിന് കിടന്നോളും. പിന്നെ സ്റ്റിച്ചിങ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ കൂടെ ഈ ഒരു പ്രിൻസസ് കട്ടാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഒരു ടോപ്പ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ടോപ്പ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ഇറക്കം കൂടുതലാണ്. മെറ്റീരിയൽ കുറച്ച് തിന്നാണെങ്കിൽ കൂടിയും അങ്ങനെ ഒരു നിഴലടിക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ അല്ല. പിന്നെ നമുക്ക് സ്ലീവ്സ് ഒക്കെ ആണെങ്കിൽ നോർമലായിട്ടുള്ള ഹാഫ് സ്ലീവ്സിൻ്റെ സൈസ് തന്നെയാണ് വരുന്നത്. ബാക്ക് ഓപ്പണോ ഫ്രണ്ട് ഓപ്പണോ അങ്ങനെ ഓപ്പണിംഗ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു ബനിയൻ ടോപ്പ് വെയർ ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബ്ലൗസാണിത്. നെക്സ്റ്റ് വൺ ഓൾസോ ഒരു ക്രോപ്പ് ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേർപ്പിളാണ് വരുന്നത്. ഇതും എന്താ പറയുക, സ്മോൾ സൈസാണ് ചൂസ് ചെയ്തത്, പക്ഷേ കുറച്ച് ലൂസായിരുന്നു. പിന്നെ ഒരു ഇതിൻ്റെ സ്റ്റൈലിംഗ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. ഫുൾ സ്ലീവ്സ് എന്ന് പറയുമ്പോൾ ഫുൾ ലെങ്ത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെ 3/4 ഒന്നുമല്ല, ഫുൾ ലെങ്ത്തിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അതങ്ങനെ മാച്ച് ആവണമെന്നില്ല. നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ലുക്കിലൊക്കെ സാരി ഉടുക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ജീൻസിൻ്റെ കൂടെയും നമുക്കിത് വെയർ ചെയ്യാൻ യൂസ് ചെയ്യാം. കോളർ ആണെങ്കിലും ഒരു വെറൈറ്റി സ്റ്റൈലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള കാഷ്വൽ സാരീസിൻ്റെ കൂടെയൊന്നും അങ്ങനെ ഒരു മാച്ച് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കയറുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്